എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേർഡ് 2007 വേർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് എക്സൽ ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സൽ അല്ലേ? വാട്ട് ഈസ് എക്സൽ? അപ്പം എക്സൽ എന്ന് അറിയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ആൾക്കാരായിരിക്കും ഒന്ന് സ്പ്രെഡ്ഷീറ്റ്, അതേപോലെ വർക്ക് ബുക്ക്, അങ്ങനെ സെല്ല്, അങ്ങനെ കുറേ ടേമുകൾ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് എല്ലാ ബേസിക് ആയ എക്സലിലുള്ള എല്ലാരെ കുറിച്ചും ഒന്ന് പഠിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ സ്പ്രെഡ്ഷീറ്റ്, എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, അതായത് വളരെ എളുപ്പത്തിലും അതേപോലെ വേഗത്തിലും മാത്തമാറ്റിക്കലായ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ കാൽക്കുലേറ്റിംഗ് വരും, സോർട്ടിങ് വരും, അറേഞ്ചിങ് വരും, ഫിൽറ്ററിങ് വരും, ചാർട്ട് വരും, അങ്ങനത്തതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ആര്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വളരെ എളുപ്പത്തിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ, എന്തൊക്കെ കണക്കുകൂട്ടലുകൾ? സോർട്ടിങ് ആവാം, കാൽക്കുലേഷൻസ് ആവാം, ഫിൽറ്ററിങ് ആവാം, അല്ലെങ്കിൽ ചാർട്ടുകളാവാം, ചാർട്ടിങ് ഉണ്ടാവില്ലേ, അങ്ങനത്തതാവാം, അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് സ്പ്രെഡ്ഷീറ്റ്. അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഏതാണ്? MS എക്സൽ ആണ്. MS എക്സൽ, അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? MS എക്സൽ ആണ്. അങ്ങനെയാണ് ലിനക്സിലുള്ളതായിരിക്കും കാൽക്ക് ആണ്. ലിനക്സിലുള്ള ആളാണ് ആര്? കാൽക്ക്. ഓക്കെ, അപ്പം വിൻഡോസിലുള്ള സ്പ്രെഡ്ഷീറ്റ് ആണ് MS എക്സൽ, അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ. അതേപോലെ ലിനക്സിലുള്ള ആളാണ് ആര്? കാൽക്ക്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പേരുകൾ ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്നും ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമ്മളിനി നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എക്സലിലുള്ള കുറേ ടേമുകളൊക്കെ പഠിക്കാനുണ്ട്, അവയൊക്കെ ഒന്ന് പഠിക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അപ്പൊ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സ്പ്രെഡ്ഷീറ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? MS എക്സൽ ആണെന്ന് പറഞ്ഞു. അപ്പം MS എക്സലിലുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ്, ആ സ്പ്രെഡ്ഷീറ്റിന്റെ ഫയൽ, അതായത് സ്പ്രെഡ്ഷീറ്റിന്റെ ഒരു ഫയലിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? വർക്ക് ബുക്ക്. എന്താണ് വിളിക്കുക? വർക്ക് ബുക്ക്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റിലെ ഒരു ഫയൽ, അല്ലെ സ്പ്രെഡ്ഷീറ്റ് ഫയലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ്സ് എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ. സ്പ്രെഡ്ഷീറ്റിലെ ഫയലിനെ എന്താണ് വിളിക്കുക? വർക്ക് ബുക്ക് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഈ വർക്ക് ബുക്കിലെ ഒരു പേജ് അല്ലെങ്കിൽ വൺ ഷീറ്റ്, ഓക്കെ, ഈ വർക്ക് ബുക്കിലുള്ള ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് ആണ് എന്ത്? ഒരു വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നമ്മള് എന്താണ് സ്പ്രെഡ്ഷീറ്റ് ഫയലിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ബുക്ക്. വർക്ക് ബുക്കിലെ ഒരു പേജിനെ എന്താ പറയുക? നമ്മള് വർക്ക് ഷീറ്റ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? വർക്ക് ഷീറ്റ് എന്നാണ് വിളിക്കുക. ഒരു വർക്ക് ബുക്കിൽ ഡീഫോൾട്ട് ആയിട്ട് എത്ര വർക്ക് ഷീറ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 3 വർക്ക് ഷീറ്റ് ആണ് ഉണ്ടാവുക. എത്ര എണ്ണാണ്? 3 വർക്ക് ഷീറ്റുകളാണ് ഉണ്ടാവുക. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. എന്താണ് വർക്ക് ബുക്ക്, എന്താണ് വർക്ക് ഷീറ്റ്, എത്ര ഡീഫോൾട്ട് ആയിട്ട് എത്ര വർക്ക് ഷീറ്റ് ആണ് ഒരു വർക്ക് ബുക്കിൽ ഉണ്ടാവുക എന്നുള്ളത് ക്ലിയർ അല്ലേ? എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ എക്സലിലുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് ആരൊക്കെയാണെന്ന് പറയുന്നത്. കമ്പോണൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയി പഠിക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വേർഡിൽ പഠിച്ച കമ്പോണൻസ് ഒക്കെ തന്നെയാണ് കുറെ ആൾക്കാർ അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ്. ഫസ്റ്റ് ടൈറ്റിൽ ബാർ. ആരാണ് ഒരാള്? ആദ്യത്തെ ആളാണ് ടൈറ്റിൽ ബാർ. ദെൻ
റിബൺ. അടുത്ത ആളാണ് ആര്? റിബൺ. then അടുത്ത ആൾ ആരാണ്? റിബൺ കഴിഞ്ഞാൽ ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടൺ. അപ്പൊ ആരൊക്കെ പറഞ്ഞു? ടൈറ്റിൽ ബാർ, റിബൺ, ഓഫീസ് ബട്ടൺ, then നെയിം ബോക്സ്. ഇതൊന്നും വേർഡിൽ ഇല്ലാത്ത ആൾക്കാരാണ്. നെയിം ബോക്സ്, ഫോർമുല ബാർ, നെയിം ബോക്സ്, ഫോർമുല ബാർ, then അടുത്തത് ആരാണ്? ഷീറ്റ് ടാബ്. ഇവിടെ എഴുതിയ പോരെ. അടുത്ത ആളാണ് ആര്? ഷീറ്റ് ടാബ്. then അടുത്തത് കോളംസ്. അടുത്തത് റോ. then അടുത്തത് സെൽ. ഇത്രയും കമ്പോണൻസ് ആണ് എക്സലിലുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. എക്സലിലുള്ള കമ്പോണൻസ് ആരൊക്കെയാണ്? ടൈറ്റിൽ ബാർ, റിബൺ, ഓഫീസ് ബട്ടൺ, നെയിം ബോക്സ്, ഫോർമുല ബാർ, ഷീറ്റ് ടാബ്, കോളംസ്, റോ ആൻഡ് സെൽ. അപ്പം ഇത്രയും ആൾക്കാരാണ് എക്സലിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച പോയിന്റ്സുകൾ എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു. സ്പ്രെഡ്ഷീറ്റ് എന്ന് നമ്മളെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സ്പ്രെഡ്ഷീറ്റ് ആരാണെന്ന് പറഞ്ഞാൽ MS എക്സൽ ആണ്. അതേപോലെ ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ ഫയലിനെ നമ്മൾ എന്താ വിളിക്കുക? വർക്ക് ബുക്ക് ആണെന്ന് പറഞ്ഞു. ആ വർക്ക് ബുക്കിലെ ഒരു പേജിനെ നമ്മൾ എന്ത് വിളിക്കും? വർക്ക് ഷീറ്റ് എന്ന് വിളിക്കും. അപ്പം ഒരു ഡീഫോൾട്ട് ആയിട്ട് ഒരു വർക്ക് ബുക്കിൽ എത്ര വർക്ക് ഷീറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണ? മൂന്നാണെന്നാണ് ആൻസർ. 3 വർക്ക് ഷീറ്റ്സ് ആണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ എക്സലിലുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് പറഞ്ഞു. ടൈറ്റിൽ ബാർ, റിബൺ, ഓഫീസ് ബട്ടൺ, നെയിം ബോക്സ്, ഫോർമുല ബാർ, ഷീറ്റ് ടാബ്, കോളം, റോ, സെൽ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മള് വേർഡ് 2007 വേർഷനിൽ മെനു ബാർ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വേർഡിൽ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ 2007 വേർഷനിൽ നമ്മൾ വേർഡിന്റെ കേസ് പറഞ്ഞല്ലോ, നമ്മൾ മെനു ബാർ ഇല്ല, അതിലുള്ള കുറെ ബട്ടൺസ് ഒക്കെ റിബൺ മെനുവിലാണെന്ന്. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. എക്സലിലും മെനു ബാർ ഒന്നുമില്ല. എന്താണ്? റിബൺ ബട്ടണിലാണ് മെനൂസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് റിബൺ ഉണ്ട്, അല്ലാതെ ടൂൾ ബാറുകളൊക്കെയാണ് ഉള്ളത്. അപ്പം റിബൺ മെനുവിലുള്ള പ്രധാനപ്പെട്ട ടൂൾ ബാറുകൾ എന്ന് പറയുന്നത് ടാബുകളാണ്. നമ്മൾ ടാബ് എന്നാണ് പറയാ. റിബണിലുള്ളവയെ എന്താണ് നമ്മൾ വിളിക്കുക? ടാബ് എന്നല്ല വിളിക്കുക. അപ്പം ഹോം ടാബ് ഉണ്ട്, നമ്മള് വേർഡ് പഠിച്ചവർ തന്നെ. ഇൻസേർട്ട് ടാബ് ഉണ്ട്, പേജ് ലേഔട്ട് ടാബ് ഉണ്ട്, പേജ് ലേഔട്ട് ടാബ് ഉണ്ട്. ദെൻ വേറെ ആരാ ഉള്ളത്? ഫോർമുല. എക്സ്ട്രാ വരുന്ന ആൾക്കാർ ഇയാളാണ്. ഫോർമുല, പിന്നെ ഫോർമുല ബാർ, ദെൻ ഡാറ്റ ടാബ്. ഇവിടെ എഴുതാ. അടുത്തത് റിവ്യൂ. റിവ്യൂ ടാബ് അവിടെ ഇല്ലായിരുന്നോ? റിവ്യൂ ടാബ്, ദെൻ വ്യൂ ടാബ്. വ്യൂ ടാബ്. അപ്പൊ എക്സ്ട്രാ വന്ന ആരൊക്കെയാണ്? ഇവർ രണ്ടാളും അല്ലെ. ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, ഫോർമുല ടാബ്, അതേപോലെ തന്നെ ഡാറ്റ, വ്യൂ, റിവ്യൂ, വ്യൂ. അപ്പൊ ഇത്രയും ടാബുകളാണ് റിബൺ മെനുവിൽ ഉള്ളത്. ഓക്കെ, അതൊന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലേ. ഇതൊന്ന് പഠിക്കണം. കാരണം വേർഡിലുള്ള ടാബുകൾ ഏതൊക്കെ, അതേപോലെ എക്സലിലുള്ള ടാബുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് വൃത്തിക്ക് അറിയണം, ഓരോന്നിലുള്ള ടാബ് എത്രയാണെന്നുള്ളത്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മള് ഏകദേശം ഒരു എക്സലിന്റെ വിൻഡോ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ ടൈറ്റിൽ ബാറും ഇതൊക്കെ എവിടെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ വേർഡിൻ്റെത് വരച്ചതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് എന്ത് എക്സല് ഓപ്പൺ ചെയ്ത് വരുമ്പം കിട്ടുക ആണല്ലോ. ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ ആരുണ്ടാവും? ടൈറ്റിൽ ബാർ ഉണ്ടാവും. ഇതൊക്കെ വേർഡിലുള്ളത് പോലെ തന്നെ കേട്ടോ. ഇവിടെ ആരുണ്ടാവും?
ഇത് ടൈറ്റിൽ ബാർ ആണ്. ഇവിടെ ആരുണ്ടാവും? ഓഫീസ് ബട്ടൺ ഉണ്ടാവും അല്ലേ? ഓഫീസ് ബട്ടൺ ഇവിടെ ഉണ്ടാവും അല്ലേ? ഇവിടെ ആരുണ്ടാവും? ഈ ടൈറ്റിൽ ബാറിൽ എന്താ പ്രത്യേകത? ഓഫീസ് ബട്ടണും അതേപോലെ തന്നെ ഇവിടെ ആരുണ്ടാവും? ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഓഫീസ് ബട്ടണും ഒക്കെ ഇവിടെ ഉണ്ടാവും. അതേപോലെ അവിടെ കൺട്രോൾ ബട്ടൺസ് ഉണ്ടാവും. ഹെൽപ്പ് ബട്ടണും ഇവിടെ ഉണ്ടാവും. ഇവിടെ കൺട്രോൾ ബട്ടണും അതേപോലെ തന്നെ ഹെൽപ്പ് ബട്ടണും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ തന്നെ സെയിം, മാറ്റില്ല. ദെൻ പിന്നെ ഇവിടെ എന്താണ് വരിക? ഇവിടെയാണ് നമ്മുടെ റിബൺ മെനൂസ് വരിക. റിബൺ മെനുവില് നമ്മൾ ഹോം ടാബും അതേപോലെ തന്നെ പേജ് ലേഔട്ട് ടാബും ഇൻസേർട്ട് ടാബും റിവ്യൂ ഒക്കെ ഇവിടെ വരും. ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഭാഗല്ലേ, ഇവിടെയാണ് നമ്മൾ പറയുന്നത്. ഈ ഭാഗത്തില് ഇവിടെയാണ് എന്ത്? ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്താ പറയാ? നെയിം ബോക്സ് എന്ന് പറയാ. നെയിം ബോക്സ് ഇതിങ്ങനെ സ്പ്രെഡ്ഷീറ്റ് പോലെയാണ്, നിറച്ച് റോയും കോളംസും ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ റോയും കോളംസും ഉള്ള സ്പ്രെഡ്ഷീറ്റിന്റെ വിൻഡോ പോലെ ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത് ഓരോന്നെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതേതാണ്? ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? നെയിം ബോക്സ് എന്ന് പറയും. ഈ ഭാഗമാണ് ആര്? നെയിം ബോക്സ്. ഓക്കെ, ഇനി നെയിം ബോക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു എ പോലുള്ള ഒരു ഇതുണ്ടാവും. അവിടുന്ന് ഇത്രയും ഭാഗം ഇതാണ് ആര്? ഫോർമുല ബാർ. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോർമുല ബാർ എന്ന് പറയാ. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോർമുല ബാർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ദെൻ അവിടുന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുണ്ടാവും കേട്ടോ, നമ്പർ ഉണ്ടാവും. അതായത് ഈ ഫോർമുല ബാർ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഇതിന്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്പർ ഉണ്ടാവും, ABCD എന്ന് പറഞ്ഞിട്ട്. ഇതവിടെ ഇങ്ങനെ ABCD ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഈ ഭാഗം, കുറച്ച് ഭാഗം ഉണ്ടാവും. ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? അവിടെയാണ് നമ്മൾ എന്ത് പറയാ? കോളം ഹെഡിങ് എന്ന് പറയാം. AB ഇത് കൊടുത്ത് ഇവിടെയാണ് എന്ത്? കോളം ഹെഡിങ് എന്ന് പറയാം. കോളം ഹെഡിങ് എന്ന് പറയാം. ഓക്കെ, കോളം ഹെഡിങ് എന്ന് പറയും. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടാവും. ഇതിനെന്ത് പറയും? റോ ഹെഡിങ് എന്നും പറയും. റോ ഹെഡിങ് എന്നും പറയും. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? റോ ഹെഡിങ് എന്ന് പറയും. അപ്പൊ ഇവിടെ ABCDEFG ഇങ്ങനെ പോവും. അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും? 1 2 അതേപോലെ 1 2 3 4 5 അങ്ങനെ പോകും. അപ്പൊ ഈ ഒരു ഭാഗത്തിന് എന്താണ്? റോ ഹെഡിങ്. അതേപോലെ ഇതെന്താണ്? കോളം ഹെഡിങ് എന്നും പറയും. അപ്പൊ ഇത്രയാണ് വിൻഡോസിന്റെ കാൽക്കിൽ സ്പ്രെഡ്ഷീറ്റിലുള്ള വിൻഡോ വരിക. അതായത് ടൈറ്റിൽ ബാർ വരും, അതേപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഓഫീസ് ബട്ടൺ, അതേപോലെ കൺട്രോൾ ബട്ടൺസ് ഒക്കെ വരും. ദെൻ അതിൻ്റെ അടുത്തത് നമ്മളെ റിബൺ മെനു വരുന്ന ഭാഗം, അതായത് റിബണിലെ ടാബുകളൊക്കെ വരുന്നു. ഈ ഒരു ഭാഗത്തിന് നമ്മൾ നെയിം ബോക്സ്, അതേപോലെ ഇവിടെ കോളം ഹെഡിങ്, ഇത് റോ ഹെഡിങ് ആണ്. ഈ നെയിം ബോക്സ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഫോർമുല ബാർ എന്നും പറയും. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏകദേശം ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. നല്ല വ്യത്യാസം ഉണ്ടാവും ശരിക്കുള്ള വിൻഡോ ആയിട്ട് കാണുമ്പോൾ. നമ്മൾ വരയ്ക്കുന്നതല്ലേ, അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇനി ഞാൻ പറയുന്നത് കേട്ടോളൂ. ഇങ്ങനെ റോയും കോളവും ഉണ്ടാവും. ഈ റോയും കോളവും ഒക്കെ ഒരേ അകലത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ വരച്ചപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോയും കോളവും ഒരേ അകലത്തിലായിരിക്കും. ഇങ്ങനെ ഒരു റോയുടെയും ഒരു കോളത്തിന്റെയും ഇന്റർസെക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? സെൽ എന്ന് വിളിക്കും. ഇതൊക്കെ എന്താ? ഓരോ സെല്ലുകളാണ്. ഓക്കെ, അപ്പം ഇതിന്റെ പേര് എങ്ങനെയാണ് വരിക? ഈ സെല്ല് എന്ന് പറയുന്നത് ഇത് ഇവിടെ നട്ടിട്ടല്ലേ പേര്? A1 എന്നാണ് ഈ സെല്ലിന്റെ പേര് വരിക. ഓക്കെ, A1 എന്നാണ് ആ സെല്ലിന്റെ പേര് വരിക. അതായത് ഒരു റോയുടെയും കോളത്തിന്റെയും ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽ എന്ന് വിളിക്കുക. സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. റോയുടെയും കോളത്തിന്റെയും ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇത്
റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പറയുന്ന ടേം ആണ്. നമ്മൾ സെല്ലാണ് ഇപ്പം പറഞ്ഞത്. ടേം ഏതാണ്? സെല്ല്. സെല്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. കോളത്തിന്റെയും റോയുടെയും ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? സെൽ എന്ന് പറയാ. ദെൻ അടുത്ത നമ്മൾ പഠിക്കുന്ന ടേം റേഞ്ച് എന്താണെന്നാണ്. എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകൾ കൂടിയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് പറയാം. അതായത് അഡ്ജസന്റ് ആയ സെല്ലുകളാവാം, ഇനി അത് ഒരൊറ്റ ഒരു സെല്ലും ആവാം. ഒരൊറ്റ സെല്ലാണെങ്കിലും അതും ഒരു റേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഒരുപാട് സെല്ലുകൾ വരാം, അഡ്ജസന്റ് ആയ സെല്ലുകൾ വരാം, അല്ലെങ്കിൽ ഒറ്റൊരു സെല്ല് വന്നാലും അങ്ങനെ ഒരു റെക്ടാങ്കുലർ ഏരിയയിലുള്ള ഈ ഒരു സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റ്സ് കോൾഡ് റേഞ്ച് എന്ന് പറയാം. ഓക്കെ, റേഞ്ച് എന്താണെന്നും റേഞ്ച് ഏതൊക്കെ വരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓപ്ഷനിൽ മെനി സെൽസ് വന്നു, സിംഗിൾ സെൽ വന്നു, അതേപോലെ അഡ്ജസന്റ് സെല്ലും വന്നു. അപ്പൊ അതെന്താ? മൂന്നും വരും റേഞ്ച് ആയിട്ട്. അപ്പൊ സെൽ എന്താണ്, റേഞ്ച് എന്താണെന്ന് ക്ലിയർ ആയല്ലോ? ക്ലിയർ? അപ്പം സെല്ല് എന്ന് പറഞ്ഞപ്പോ ഒരു സെല്ലിന്റെ പേര് ഇപ്പൊ എഴുതാൻ പറഞ്ഞത് എന്താ? A10. A10 എന്ന് പറയുന്ന ഒരു സെല്ലാ. A10 എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്ന കോളത്തില് 10ാമത്തെ, ഇവിടെ ഇപ്പം A5 എന്ന് പറഞ്ഞാൽ ഇതാണ് A5 വരിക. അപ്പൊ എങ്ങനെയാണ്? അപ്പം ഒരു സെല്ലിന്റെ പേര് എഴുതാൻ പറഞ്ഞാല് ആ സെല്ലിലെ റോന്റെ പേരും കോളത്തിന്റെ പേരും കൂടിയാണ് വരിക. ഏതാണോ കറസ്പോണ്ടിങ് റോ കോളം, അതേപോലെ അതിന്റെ റോ, അതും കൂടെ ചേർത്തിട്ടാണ് എന്ത് വരിക? ഒരു കോളത്തിന്റെ പേര് എഴുതുക. ഇനി റേഞ്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, A10 B5 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുക കോളൻ എന്നാണ്. കോളൻ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അതെന്താ പറയാ? A10 മുതൽ B5 വരെയുള്ള സെല്ലുകളുടെ ഒരു റേഞ്ച്, അതാണ് ഈ A10 കോളൻ B5 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഇത് ക്ലിയർ ആണല്ലോ? ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിന് എന്താണ്? ബോൾഡ് ആയിട്ടുള്ള ബൗണ്ടറി ഉള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്റ്റീവ് സെൽ എന്ന് പറയാ, അല്ലെ? എ സെൽ ഹാവിങ് ബോൾഡ് ബൗണ്ടറി, അല്ലെ? എ സെൽ ഹാവിങ് ബോൾഡ് ബൗണ്ടറി ആകുമ്പോ എന്താണ് അതിന് പറയാ? ആക്റ്റീവ് സെൽ അല്ലെങ്കിൽ കറന്റ് സെൽ എന്ന് പറയും. അപ്പൊ നമ്മള് എന്താണ് ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞു, അതേപോലെ കറന്റ് സെൽ എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഇനി പറയുന്നത് ഫസ്റ്റ് സെല്ല്, ഒരു സ്പ്രെഡ്ഷീറ്റിലുള്ള ഒരു ഷീറ്റിലെ ഫസ്റ്റ് സെല്ലിനെ നമ്മൾ എന്താ വിളിക്കുക? A1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലാസ്റ്റ് സെല്ലിനെയാണോ? XFD 1048576 എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇവിടെയും ഫോണ്ട് സൈസ് ഉണ്ട്. നമ്മൾ വേർഡ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ട് സൈസിൽ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ദെൻ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 72 ആണ്. നമുക്ക് എൻ്റർ ചെയ്യാം, വേർഡിൽ ചെയ്യുന്ന പോലെ തന്നെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യാൻ പറ്റുന്ന മിനിമം ഫോണ്ട് സൈസ് 1ഉം മാക്സിമം ഫോണ്ട് സൈസ് എത്രയാണ്? 409 പോയിന്റുമാണ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണല്ലോ, അല്ലെ? ഇനി നമുക്ക് പറയാനുള്ളത് ടോട്ടൽ എത്ര റോയും എത്ര കോളവുമാണ് ഒരു വേർഡിന്റെ 2000 വേർഷനിലുള്ള എക്സലിന്റെ 2000 വേർഷനിൽ ഉള്ള ഒരു വർക്ക്ഷീറ്റിൽ ടോട്ടൽ എത്ര റോയും കോളംസും ഉണ്ടാവും? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പം ടോട്ടൽ റോ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് റോ എഴുതാം. ടോട്ടൽ റോസ് എന്ന് പറയുന്നത് എത്ര റോസ് ആണ് ടോട്ടൽ ഉണ്ടാവുക? നമ്മൾ നേരത്തെ പഠിച്ച സെല്ലിന്റെ പേരില്ലേ ലാസ്റ്റ്, അത്രയും റോയാണ് ഉണ്ടാവുക. ഓക്കെ, 1048576 റോസ് ആണ് ഉണ്ടാവുക ടോട്ടല്. കോളംസോ? എത്ര കോളമാണ് ഉണ്ടാവുക? മൊത്തം എത്ര കോളംസ് ഉണ്ടാവും? ടോട്ടൽ എത്ര ഉണ്ടാവും? 16. എത്ര കോളംസ് ആണ് ഉണ്ടാവുക? 16384 കോളംസും ആണ് ടോട്ടൽ ഒരു 2007 വേർഷനിലുള്ള എക്സലില് ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ റോയും കോളംസും ആണ് ഇവ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഇനി ആക്റ്റീവ് സെല്ലിന്റെ
അഡ്രസ്സ്, അതായത് ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്സ് കാണിക്കുന്ന ഇത് എവിടെയാണ്? നമ്മൾ നേരത്തെ ആക്റ്റീവ് സെൽ എന്താന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ ആക്റ്റീവ് സെല്ലിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ ഈ അഡ്രസ്സ് കാണിക്കുന്ന ഇത് ഫോർമുല ബാറിലായിരിക്കും. എവിടെയാണ്? ഫോർമുല ബാറിലായിരിക്കും. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്സ് കാണിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഫോർമുല ബാറിലാണ്. ഇനി നമ്മൾ ഈ സെല്ലുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു, സെല്ലുകൾക്ക് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം അല്ലെ. അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അതേപോലെ ബോർഡർ ചെയ്യാം, അങ്ങനെ ബോർഡർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഫോർമാറ്റ് സെൽ. ആരാണ്? ഫോർമാറ്റ് സെല്ല്. അപ്പം നമ്മള് ഫോർമാറ്റ് സെല്ല് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുക എങ്ങനെയാ? ഒന്നെങ്കിൽ നമ്മൾ ഹോമിൽ പോയിട്ട്, എവിടെ പോവും? ഹോമിൽ പോയിട്ട് സെൽ ഗ്രൂപ്പ് പോയിട്ട് ഫോർമാറ്റ് പോയിട്ട് ഫോർമാറ്റ് സെൽ എടുക്കും. എങ്ങനെയാണ് ഫോർമാറ്റ് സെൽ എടുക്കുക? ഹോമിൽ പോയിട്ട് എവിടെ പോവും? സെൽ ഗ്രൂപ്പ് പോയിട്ട് ഫോർമാറ്റിൽ പോയിട്ട് ഫോർമാറ്റ് സെൽ എടുക്കാം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? ഷിഫ്റ്റ് പ്ലസ് F10. ഷിഫ്റ്റ് പ്ലസ് F10. ഓക്കെ, ഷിഫ്റ്റ് പ്ലസ് എന്ത് ചെയ്യാം? എഫ് എഴുതിയില്ല അല്ലെ. ഷിഫ്റ്റ് പ്ലസ് F10 ഓപ്പൺ ചെയ്താൽ, പ്രസ് ചെയ്താൽ എന്താ നമുക്ക് എന്ത് കിട്ടും? ഫോർമുല തുറന്നു വരുന്ന എന്താണ്? നമുക്ക് ഒരു സെല്ല് ഓപ്പൺ ചെയ്ത് കിട്ടും അല്ലെ. ആ ഫോർമാറ്റ് സെല്ല് ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർമാറ്റ് സെല്ല് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഫോർമാറ്റ് സെല്ലിന്റെ ഡയലോഗ് ബോക്സിൽ കുറച്ച് ടാബുകൾ ഉണ്ട്. ആ ടാബുകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്പർ, അടുത്തത് അലൈൻമെന്റ്, ഒന്ന് നമ്പർ, then നെക്സ്റ്റ് അലൈൻമെന്റ്, then ഫോണ്ട്, അടുത്തത് ആരാണ്? ബോർഡർ, ഫോണ്ട്, ബോർഡർ, ഫിൽ, പ്രൊട്ടക്ഷൻ. ഇത്രയും ടാബുകളാണ് ആര്? ഫോർമാറ്റ് സെല്ല് ടാബിലുള്ള ആൾക്കാർ. ഓക്കെ, ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ടാബുകളാണ് നമ്പർ, അലൈൻമെന്റ്, ഫോണ്ട്, ബോർഡർ, ഫില്ല്, പ്രൊട്ടക്ഷൻ. ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഫോർമാറ്റ് സെല്ലിൽ ഞാൻ പറഞ്ഞു ഇവയൊക്കെ ഉണ്ടെന്ന് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് നമ്പർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ടാബിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ ചെയ്യുക? നമ്പർ ഗ്രൂപ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ അത് ഹോം ടാബിലാണ് കേട്ടോ. നമ്പർ ഗ്രൂപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഹോം ടാബിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എക്സലിന്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയ ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം എക്സലിൽ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ബേസിക് ആയിട്ട് എക്സലിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നേരിട്ട് ടാബിലേക്കൊന്നും കയറിയിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുക. നമ്മൾ എക്സലിൽ പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്താണ് വർക്ക്ഷീറ്റ്, വർക്ക് ബുക്ക്, സെല്ല്, ഫോർമുല ബാർ എന്താണ്, അതേപോലെ എന്താണ് ഒരു ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമാറ്റ് സെൽ ഏതാണ്, ഫോർമാറ്റ് സെല്ലിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അപ്പൊ അതേപോലെ എത്ര റോകൾ വരാം, എത്ര റോസ് വരാം, പിന്നെ സെല്ല് എത്ര വരെ വരാം, എത്ര റോകൾ വരാം, ഫസ്റ്റ് സെല്ലിന്റെ പേര്, ലാസ്റ്റ് സെല്ലിന്റെ പേര്, എത്ര ടോട്ടൽ കോളം വരാം, എത്ര ടോട്ടൽ റോസ് വരാം, അതേപോലെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഫോണ്ട് സൈസ്, അതേപോലെ മിനിമം ഫോണ്ട് സൈസ്, അപ്പൊ അങ്ങനത്തെ റോ നമ്മൾ സ്പ്രെഡ്ഷീറ്റിന്റെ തുടക്കം എന്ന നിലയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതും ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമായ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നൊരു ക്ലാസ്സിൽ എടുത്തത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ടാബുകളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എടുത്ത കുറച്ച് ഭാഗങ്ങളും അതേപോലെ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസും കൂടെ നോക്കിയാൽ നമുക്ക് ഏകദേശം എന്താവും, നമ്മളെ സ്പ്രെഡ്ഷീറ്റ് അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം വേർഡ് പോലെ അത്ര ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഈ എക്സാമിന് കൂടുതൽ ചോദിച്ച ഈ ഭാഗങ്ങളും പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ടാബിലുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അവ, പിന്നെ അതേപോലെ ഈ ഫോർമുല ആ സെക്ഷനിൽ കുറച്ച് പഠിക്കാനുണ്ട്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് ഫങ്ഷൻസിന്റെ പേര് അതും കൂടെ പഠിച്ചാൽ എക്സൽ കംപ്ലീറ്റ് ആവും. ഇതിന്റെ കൂടെ നമ്മൾ എക്സലിന്റെ ഷോർട്ട് കട്ട് കീ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിന്റെ കൂടെ അങ്ങ് പഠിക്കണം കേട്ടോ.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലാക്കി എടുക്കാം. ഓക്കെ, താങ്ക്